പോത്ത എഴുന്നേക്ക് പോത്ത. ഇതൊക്കെ തിരഞ്ഞെടുപ്പല്ല, ഇങ്ങനെ ജയവും വരുന്ന കണക്കുകൾ അനുസരിച്ച് 139 സീറ്റുകളിൽ മഹാസഖ്യയിൽ NDA അടിച്ചു കയറി നിൽക്കുകയാണ്. മഹാസഖ്യ 87 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. 98ഓളം സീറ്റുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 10 സീറ്റിലധികം സീറ്റുകളുടെ കുറവ് വന്നിരിക്കുകയാണ്. 4 എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അതേഴ്സിൽ കാണാനാകുന്ന സംഖ്യ. എന്തോന്നു ഇത് മാറുമോ ഇനി? എനിക്ക് തോന്നുന്നില്ല ഇതിനൊരു മാറുമൊന്നുമില്ല. ഈ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി, നിലവിൽ തന്നെ ഒറ്റകക്ഷിയായി. ഇനിയിപ്പോൾ ഈ ഒരു ട്രെൻഡ് അങ്ങനെ തന്നെ പോകാനാണ് സാധ്യത. ആ വാങ്ങി വെച്ചതൊന്നും തന്നെ എക്സിറ്റ് പോളുകളൊന്നും പിഴച്ചു പോയിട്ടില്ല. കാരണം ബീഹാറിൽ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും, അതിന് വിപരീതമായ ഒരു ജനവിധി വരും. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. എക്സിറ്റ് പോളുകൾ പറഞ്ഞത് എന്താണോ ആ രീതിയിലല്ലേ കിടക്കും. നോക്കും 139, 80 നമ്മൾ എന്ത് അന്തരമാണുള്ളത്. സീമാഞ്ചലാണ് ആകെ പോത്തൻ തുടക്കം മുതൽ പറഞ്ഞത്. പക്ഷേ സീമാഞ്ചലിൽ പോലും NDA ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും എന്ത് കാര്യങ്ങളാണെന്ന് അറിയില്ല. പക്ഷെ ജനവിധി അനുസരിച്ച് ഇങ്ങനെയാണ്. 87, 139 ഇതിലിനി ഒരു വലിയ മാറ്റമൊക്കെ അത്ഭുതമൊക്കെ നടക്കണമല്ലേ? അതെ, അത്ഭുതങ്ങൾ നടക്കുമെന്ന് നമുക്ക് VS സനോജിനോട്, അവിടെയെല്ലാം ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള VS സനോജിനോട് ചോദിക്കാം. സനോജ്, ഓറഞ്ച് ലഡുവും നീല ലഡുവും അവിടെ വാങ്ങി വെച്ചിരുന്നു. ഓറഞ്ച് ലഡു തന്നെ കൊടുക്കേണ്ടി വരുമോ സനോജെ? ഓറഞ്ച് ലഡു തന്നെ കൊടുക്കേണ്ടി വരും. അതിൽ ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. കാരണം ഇപ്പോൾ സീമാഞ്ചലിൽ മാത്രമാണ് ഒരു ഒപ്പത്തിനൊപ്പം എന്ന് പറയാവുന്നത്. കാരണം 24 മണ്ഡലങ്ങളിൽ 20 മണ്ഡലങ്ങളുടെ ലീഡ് നില അറിവായിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 10, 9 എന്നുള്ള രീതിയിൽ ഒരെണ്ണം അതേഴ്സ് എങ്ങനെയാണ് സീമാഞ്ചലിൽ പോകുന്നത്. ഭോജ്പൂർ മേഖല എന്ന് പറയുന്നത് 46 മണ്ഡലങ്ങളുണ്ട്. അതിൽ 39 മണ്ഡലങ്ങളുടെ ലീഡ് നില അറിവായതിൽ 24 സീറ്റുകളിൽ NDA വ്യക്തമായി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് മഗധയാണ്. മഗധയിൽ 38 സീറ്റുകളുടെ ലീഡ് അറിവായിട്ടുണ്ട്. 46 മണ്ഡലങ്ങളുള്ള പ്രദേശമാണ്. അവിടെ 25 ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ, ഈ ഓറഞ്ച് ലഡു കഴിക്കുമ്പോൾ അത് ചിരാഗ് പാസ്വാൻ ഇറങ്ങുമോ? പക്ഷേ ചിരാഗ് പാസ്വാൻ ഇപ്പോൾ 7 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 7 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ തവണ വളരെ ദയനീയമായിരുന്നു. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ചിരാഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രംപ് കാർഡ് ആയത് മാറിയത്. കാരണം അവിടെയാണ് ആ വോട്ട് ഷെയർ വെച്ചാണ് ഇത്തവണ ചിരാഗിന് 29 സീറ്റിലേക്ക് ബാർഗെയിൻ ചെയ്യാൻ കഴിഞ്ഞതുപോലും, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി പദം എത്തിയത്. ഏതായാലും 7 സീറ്റിൽ ചിരാഗ് ലീഡ് ചെയ്യുന്നു. 7 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഒന്ന്, നേരത്തെ ഉണ്ടായിരുന്ന ഈ LJPയുടെ മൊത്തം രാഷ്ട്രീയത്തെ ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് ഒന്ന് ചിരാഗ് പോയി. രാംവിലാസ് പാസ്വാന്റെ രാഷ്ട്രീയമേ അല്ല LJP ഇപ്പോൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം. മറ്റൊന്ന്, ഈ മേൽജാതി വിഭാഗങ്ങളെ കൂടുതലായിട്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തി ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥി മാത്രം നിർത്തി. ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത പോത്തൻ, അതായത് JDU എല്ലാ കാലത്തും ബീഹാറിലെ മുസ്ലിം വോട്ടർമാരുടെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ട ഒരാളായി കൂടെ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ വെറും 4% മാത്രമാണ് ഇത്തവണ JDUവിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം വോട്ടർമാർ സ്ഥാനാർത്ഥികൾ ഇടം പിടിച്ചത്. അതേസമയം ഒറ്റ സ്ഥാനാർത്ഥി മാത്രം LJP നിർത്തി. അതായത് കൃത്യമായൊരു ഹിന്ദു കൺസോളിഡേഷൻ ഇത്തവണ NDA, അതായത് സ്റ്റേറ്റ് പാർട്ടി പൊളിറ്റിക്സ് കളിക്കുന്ന അല്ലെങ്കിൽ JDUവിനെ LJP പോലുള്ള പാർട്ടികളെ അടക്കം ഈ ഹിന്ദു കൺസോളിഡേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും 139 സീറ്റിൽ NDA ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ കൃത്യമായ മേധാവിത്വത്തിലേക്ക് പോകുന്നത് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല മഹാഗഠബന്ധനെ സംബന്ധിച്ചിടത്തോളം സീറ്റിലെ ലീഡ് നില കുറയുകയാണ്. 85ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 6 സീറ്റിൽ അതേഴ്സ് ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ബീഹാറിന്റെ രാഷ്ട്രീയം വലിയ പ്രത്യേകതകളോ വലിയ മാറ്റങ്ങൾക്കോ ഇടകൊടുക്കാത്ത തരത്തിൽ കേന്ദ്രത്തെ അല്ലെങ്കിൽ നിലവിൽ ആര് ഭരിക്കുന്നോ അവർക്കൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് ഈ കാര്യത്തെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അധികാര തുടർച്ചയിലേക്ക് JDU മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പോത്തൻ. ഏതായാലും വളരെ പ്രധാനപ്പെട്ട പല സ്ഥാനാർത്ഥികളും അവർ പ്രതീക്ഷിച്ചതുപോലെ ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ മൊക്കാമിയിൽ അനന്ത് സിംഗ് ലീഡ് ചെയ്യുന്നു. അദ്ദേഹം ഗാങ്സ്റ്റർ പശ്ചാത്തലമുള്ള ഒരു ആൾ കൂടിയാണ്. മഹുവയിൽ രണ്ടും, അതായത് മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹുവയിൽ തേജ് പ്രതാപ് ഇടയ്ക്ക് ലീഡ് ചെയ്യുന്നു, തിരിച്ചു വീണ്ടും RJD ലീഡ് ചെയ്യുന്നു എന്നുള്ള അവസ്ഥയുണ്ട്. ലക്കിസരായിലാണെങ്കിലും സരായ്ഗഞ്ചിലാണെങ്കിലും ഒക്കെ തന്നെ JDUവിന് വ്യക്തമായ മേധാവിത്വമുണ്ട്. അതേസമയം ഒസാമ ഷഹാബ് ലീഡ് ചെയ്യുന്നുണ്ട് രഘുനാഥ്പൂരിൽ. ഏതായാലും വിവിധ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ അവർ മൈഥിലി ഠാക്കൂറിനെ പോലുള്ള ആളുകൾ അലിനഗറിലൊക്കെ മത്സരിപ്പിച്ചു. കേസരി ലാൽ യാദവിനെ പോലൊരു ഭോജ്പുരി താരത്തെ RJD മത്സരിപ്പിച്ചു ചപ്രയിൽ അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ട്. ഏതായാലും CPIMLന്റെ നിലയാണ് അത്. 3 സീറ്റിൽ മാത്രമാണ് ആ ലീഡ് ഇപ്പോഴും കാണിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും തൊഴിലാളി കർഷക മേഖലകളിൽ പ്രതിഫലിച്ചിരിക്കുക, ഏതൊക്കെ രീതിയിലേക്ക് ആ വോട്ടുകൾ മാറി എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, 16 ഇടത്ത് കഴിഞ്ഞ തവണ RJD വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് തോറ്റുപോയത്. ഈ 16 ഇടത്ത് തോറ്റുപോയി. 3 സ്ഥലത്ത് CPIML തോറ്റുപോയത് ചെറിയ ഭൂരിപക്ഷത്തിന് കുറവിനാണ്. കാരണം ഏതാണ്ട് 200 വോട്ടിൽ താഴെ മാത്രമാണ്. ഇങ്ങനെ 1 ഡസനോളം സീറ്റുകളിൽ കഴിഞ്ഞ തവണ മാറ്റം സംഭവിച്ചിരുന്നു അല്ലെങ്കിൽ തോൽവി സംഭവിച്ചിരുന്നു. ഇതിൽ എന്ത് മാറ്റം വരുന്നതാണ് ഇത്തവണ നോക്കിയതെങ്കിൽ ഇത്തവണ
ജാതി സെൻസസിന് ശേഷം ഈ സ്ഥാനാർത്ഥികളുടെ നിർണ്ണയത്തിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു. ഇതിന്റെ കാൻഡിഡേറ്റ്സിന്റെ കാസ്റ്റ് ഇക്വേഷനിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു. അത് ബി ജെ പിക്ക് ഗുണമായി എന്ന് തന്നെ വേണം കരുതാൻ. മറ്റൊന്ന് ബി ജെ പി മാത്രമല്ല NDA സഖ്യത്തിനൊപ്പമുള്ള സ്റ്റേറ്റ് പാർട്ടി പൊളിറ്റിക്സിലുള്ള JDU ആണെങ്കിലും LJP ആണെങ്കിലും എല്ലാവരും ഹിന്ദു കൺസോളിഡേഷൻ നിലനിർത്താൻ ശ്രമിച്ചു എന്നുള്ളതിൽ വിജയിച്ചിരിക്കുന്നു. മറ്റൊന്ന് നേരത്തെ കോൺഗ്രസ് നേതാവ് മണികണ്ഠ ഠാക്കൂർ പറഞ്ഞതുപോലെ 65 ലക്ഷം ആളുകളെ ഡിലീറ്റ് ചെയ്യപ്പെട്ട SIRന് ശേഷം കിഷൻഗഞ്ചിലടക്കം ഒരുപാട് പേർ മാറ്റി നിർത്തപ്പെട്ട സാഹചര്യത്തിൽ കൃത്യമായ ലീഡ് നിലയിലേക്ക് തന്നെ NDA വരുന്നു എന്ന് പറയേണ്ടി വരും. ഏതായാലും അവർക്ക് തന്നെയായിരിക്കും ലീഡ്, അവർക്ക് തന്നെയായിരിക്കും മേധാവിത്വം. അതിൽ യാതൊരു സംശയവുമില്ല സേതു.